നമ്മൾ താൻസാനിയയിലാണ്. താൻസാനിയയിലെ ലേക്ക് മന്യാറ കണ്ട് അവിടുത്തെ വന്യമൃഗ സങ്കേതങ്ങളൊക്കെ കണ്ട് പകൽ മുഴുവൻ അവിടെ സ്പെൻഡ് ചെയ്ത് നമ്മളിനി ഒരു ചെറിയ പട്ടണത്തിലേക്ക് പോവുകയാണ്. ചെറിയ പട്ടണമെന്നോ വലിയ ഗ്രാമമെന്നൊക്കെ പറയുന്നൊരു സ്ഥലത്തേക്ക്. കരാട്ടു എന്നാണ് ആ ഗ്രാമത്തിൻ്റെ പേര്. കരാട്ടുവിലേക്ക് ഞങ്ങൾ വണ്ടിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങളുടെ സഫാരി വാഹനത്തിൽ. അപ്പോൾ ഈ പോകുന്ന സ്ഥലങ്ങൾ വനം പിന്നിട്ട് കഴിഞ്ഞാൽ കൃഷിയിടങ്ങളാണ്. ഈ കൃഷിയിടങ്ങൾ എന്ന് പറഞ്ഞാൽ വാഴയുണ്ട്, കരിമ്പുണ്ട്, ധാരാളം ജലലഭ്യതയുള്ള സ്ഥലമാണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ കപ്പക്കൃഷി നടക്കുന്നുണ്ട് പലയിടത്തും. പിന്നെ കുറേ ഭാഗങ്ങളിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും കാപ്പിത്തോട്ടങ്ങളായി. കാപ്പിത്തോട്ടങ്ങൾ പിന്നിട്ട് വീണ്ടും ചെല്ലുമ്പോൾ തേയിലത്തോട്ടങ്ങൾ വരെയുണ്ട് ഇവിടെ. കാരണം ഇവിടെ എല്ലാം സമുദ്രനിരപ്പിൽ നിന്ന് 1500-1600 മീറ്റർ ഉയരത്തിലാണ്. അതായത് നമ്മുടെ മൂന്നാറിൻ്റെ ഉയരത്തിലാണ് ഈ പ്രദേശങ്ങളൊക്കെ. ഈ ഗ്രാമങ്ങളിലൊക്കെ വലിയ കെട്ടിടങ്ങളൊന്നും കാണില്ല. തകരം മേഞ്ഞ ഒരു നിലയുള്ള കെട്ടിടങ്ങൾ. അതിനകത്ത് പോലീസ് സ്റ്റേഷനുകളുണ്ട്, പോസ്റ്റ് ഓഫീസുകളുണ്ട്, അതുപോലെ തന്നെ ടെലിഫോണിൻ്റെ ഓഫീസുകളുണ്ട്, പീടികകളുണ്ട്, അപൂർവമായിട്ടേ ഉള്ളൂ റെസ്റ്റോറൻറ്റുകൾ. അവിടെ അധികം വഴിയോര റെസ്റ്റോറൻറ്റുകളൊന്നും നമ്മൾ കാണില്ല. ടൂറിസ്റ്റുകൾ എത്തുന്ന ചില സ്ഥലങ്ങളിൽ ചില കോഫി ഷോപ്പുകളുണ്ടെന്നല്ലാതെ നാട്ടുകാരങ്ങനെ കോഫി ഷോപ്പുകളിൽ കയറിയോ റെസ്റ്റോറൻറ്റിൽ കയറിയോ ഭക്ഷണം കഴിക്കുന്ന സ്വഭാവം അവിടെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. വീടുകളിൽ നിന്ന് പൊതിഞ്ഞു കൊണ്ടിരുന്ന ഭക്ഷണമൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. അങ്ങനെ കുറേ ദൂരം കൂടി ഓടി നമ്മൾ കരാട്ടു എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് എത്തി. കരാട്ടു അത്യാവശ്യം ഭേദപ്പെട്ടൊരു പട്ടണമാണ്. നമ്മൾ നാളെ പോകുന്നത് ഗൊരങ്കരോ എന്ന് പറയുന്ന ഒരു വമ്പൻ വന്യജീവി സങ്കേതത്തിലേക്കാണ്. ഇന്ന് നമ്മൾ കണ്ട ലേക്ക് മന്യാറയുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു വന്യജീവി സങ്കേതം. ഈ വന്യജീവി സങ്കേതത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്ത് തന്നെ ഏറ്റവും ചെറിയ സ്ഥലത്ത്, അതായത് 20 കിലോമീറ്റർ നീളവും ഏതാണ്ട് 20 കിലോമീറ്റർ വീതിയും ഉള്ള ഒരു വലിയ വൃത്തത്തിൻ്റെ അകത്ത്, വൃത്താകാരത്തിലുള്ള ഒരു കുഴിക്കകത്ത് ഇത്രയും മൃഗങ്ങൾ ഒന്നിച്ചു പാർക്കുന്നൊരു സ്ഥലം ലോകത്ത് തന്നെ ഇല്ല. അപ്പോൾ അതാണ് നാളത്തെ സാഹസം. നമ്മൾ ഈ മല കയറണം, അഗ്നിപർവ്വതത്തിൻ്റെ മുകളിൽ കയറണം, എന്നിട്ട് അഗ്നിപർവ്വതത്തിൻ്റെ ഈ കുഴിക്കകത്തേക്ക് ഇറങ്ങണം. ഈ കുഴിക്കാണ് ഞാൻ ഈ പറഞ്ഞ 20 കിലോമീറ്ററിൻ്റെ നീളവും അത്ര തന്നെ വീതിയുള്ള വമ്പനൊരു കുഴി. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് തൊട്ടടുത്തുള്ള ഈ ഗൊരങ്കരോ ക്രേറ്ററിൻ്റെ തൊട്ടടുത്തുള്ള പട്ടണമാണ് ഈ കരാട്ടു എന്ന് പറയുന്ന ഈ പട്ടണം. കരാട്ടു പിന്നിട്ട് കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു നാഷണൽ പാർക്കിനകത്തേക്ക് കയറുക, വനത്തിനകത്തേക്ക് കയറുക, പരിശോധന, ചെക്കിങ് എല്ലാം കഴിഞ്ഞ് അകത്തേക്ക് കയറി. അതിനകത്ത് വേറെ ഒന്നുമില്ല, താമസം പറ്റില്ല. വൈകുന്നേരം രാത്രി പുറത്തിറങ്ങിക്കണം, അതാണ് അവിടുത്തെ നിയമം. വന്യമൃഗ സങ്കേതങ്ങളിൽ നിന്ന് വൈകിട്ട് 5 മണി കഴിഞ്ഞാൽ അതിനകത്ത് ആളെ നിർത്തില്ല, പുറത്തിറങ്ങിക്കണം. അങ്ങനെ പുറത്തിറങ്ങുന്ന ആളുകൾക്ക് താമസിക്കണമെങ്കിൽ ഈ കരാട്ടു എന്ന് പറയുന്ന പട്ടണമേ ഉള്ളൂ. എന്നാൽ ഏറ്റവും രസകരമായ കാര്യം എന്തറിയോ, ഈ കരാട്ടു പട്ടണത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പം തകരം മേഞ്ഞ ഒറ്റ നിരയുള്ള കുറേ കെട്ടിടങ്ങൾ മാത്രമേ ഉള്ളൂ 2 വശങ്ങളിലും. അതിനകത്തൊക്കെ പലതരം കച്ചവട പീടികൾ, പലതിൻ്റെയും ഭിത്തിയിൽ കൊക്കക്കോളയുടെ പരസ്യം, അല്ലെങ്കിൽ പലതരം ഇൻ്റർനാഷണൽ ബ്രാൻഡുകളുടെ പരസ്യം, അല്ലെങ്കിൽ ഓയിൽ, പലതരം എണ്ണ കമ്പനികളുടെ പരസ്യം, കുറേ മൊബൈൽ കമ്പനികളുടെ പരസ്യം, ഇതൊക്കെ ഭിത്തിയിൽ ഇങ്ങനെ വലുതായിട്ട് എഴുതി വെച്ചിരിക്കുന്ന തകരം മേഞ്ഞ കെട്ടിടങ്ങൾ. അപൂർവമായിട്ടേ ഉള്ളൂ റെസ്റ്റോറൻറ്റുകളൊക്കെ. ഇവിടെയൊന്നും ഒരു ഹോട്ടലിൻ്റെ ലക്ഷണമേ കാണുന്നില്ല, ഒരു ഹോട്ടലും നമ്മൾ കാണില്ല. പക്ഷേ ഞാൻ എങ്ങനെയാണ് ഇവിടെ ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ഒരു ലോഡ്ജ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. ഗൂഗിൾ മാപ്പിംഗ് എടുത്ത് വെച്ചിട്ട് ഞാൻ കരാട്ടു പട്ടണം എടുത്തു. കാരണം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, കരാട്ടു വായിച്ചിട്ടുണ്ട്, ഈ കരാട്ടു പട്ടണത്തിലേ താമസിക്കാൻ പറ്റുള്ളൂ. നാളെ വെളുപ്പിനെ ഏറ്റ് ഗൊരങ്കരയിൽ പോകണമെങ്കിൽ അതിന് തൊട്ടടുത്തുള്ള പട്ടണമാണ് കരാട്ടു. അപ്പം ലേക്ക് മന്യാറയിൽ നിന്ന് കരാട്ടുവിൽ വന്ന് അവിടെ താമസിച്ചിട്ട് നാളെ രാവിലെ ഏറ്റ് പോകണം. അപ്പോൾ കരാട്ടുവിലെ ഹോട്ടലുകൾ ഏതൊക്കെയെന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പട്ടണം കാണിക്കും. അവിടെ നിന്ന് തൊട്ടടുത്തടുത്തുള്ളതും അകലെയുള്ളതും ഒക്കെയായ നിരവധി ഹോട്ടലുകൾ ഇതിനകത്ത് പോപ്പപ്പ് ചെയ്ത് കാണിച്ചു തരും. അങ്ങനെ നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായി, കരാട്ടുവിൻ്റെ ഈ മെയിൻ റോഡ് സൈഡിൽ കാര്യമായിട്ട് ഹോട്ടലുകളൊന്നുമില്ല. പക്ഷേ ഉള്ളിലേക്ക് 8-10 കിലോമീറ്റർ ഉള്ളിലേക്ക്, ഉൾഭാഗങ്ങളിലേക്ക്, കൃഷിയിടങ്ങൾക്ക് നടുവിലൂടെ അല്ലെ ഗോത്രഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് ചെന്ന് കഴിഞ്ഞാൽ അവിടെയൊക്കെ പ്രാകൃത രൂപത്തിൽ പണിത എന്നാൽ എല്ലാ സൗകര്യങ്ങളുമുള്ള ഓലമേഞ്ഞ അല്ലെ പുല്ലുമേഞ്ഞ അല്ലെ തകരം മേഞ്ഞ തടി കൊണ്ട് നിർമ്മിച്ച ശാലകൾ എന്ന് വേണേൽ പറയാവുന്ന തരത്തിലുള്ള ട്രഡീഷണൽ ശൈലിയിൽ പണിതിരിക്കുന്ന പലതരം കെട്ടിടങ്ങൾ. അത്തരത്തിലുള്ള ഒരു ജംഗിൾ ലോഡ്ജാണ് ഒക്ടഗൺ. ഈ ഒക്ടഗൺ എന്ന് പറയുന്ന ലോഡ്ജിലാണ് ഞാൻ മുറി ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ റെമിക്ക് ഇത് അറിയത്തില്ല, ഞാനാണല്ലോ ബുക്ക് ചെയ്തിരിക്കുന്നത്. റെമി ചോദിച്ചത് എവിടെയാണ് ഈ ഒക്ടഗൺ? അപ്പോൾ ഈ ഗൂഗിൾ മാപ്പൊന്നും അവിടെ വർക്ക് ചെയ്യുന്നുമില്ല. ഒരിടത്ത് വണ്ടി കൊണ്ടുപോയി നിർത്തിയിട്ട് അടുത്തുള്ളൊരു കടയിലൊക്കെ ചെന്ന് ചോദിച്ചു. ആ കടക്കാരൻ അറിയത്തില്ലാത്തതുകൊണ്ട് അടുത്ത കടയിൽ ചെന്നു, പിന്നെ വേറെ ചില കടകളിൽ പോയി, അങ്ങനെ കുറച്ച് പല സ്ഥലങ്ങളിൽ ചോദിച്ച അവസാനം ഒരു വഴി കിട്ടി. മൺപാതയാണ്. ഈ മൺപാത പല ഗ്രാമങ്ങൾ പിന്നിട്ടാണ് കടന്നു പോകുന്നത്. ഓരോ ഗ്രാമത്തിലും എത്തുമ്പോൾ ഒരു 8-10 പിള്ളേർ ഈ വണ്ടിയുടെ പുറകെ കൂടും. നമ്മുടെ ഒപ്പം ആർത്തെരമ്പിക്കൊണ്ട് വാതൊക്കെ വന്നിട്ട് കൈയടിക്കുന്നു, കൊട്ടുന്നു, വണ്ടിയുടെ ചില്ല് ഗ്ലാസ്സിൽ ഇടിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ കുറേ കുട്ടികളുടെ ഒരു ഘോഷയാത്ര പോലെയാണ് നമ്മൾ പോകുന്നത്. പുറകെ കുറേ കുട്ടികൾ, അതിൻ്റെ പുറകിൽ പൊടി ഇങ്ങനെ ആകാശത്തേക്ക് പറന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഓടി ഓടി പല വഴികൾ പിന്നിട്ട് ഒരു വലിയ ഗേറ്റിൻ്റെ മുമ്പിൽ പോയി നിന്നു. അവിടെ പോയി ഹോൺ അടിച്ചപ്പോഴത്തേക്കും ഒരാൾ അകത്ത് നിന്ന് പൂട്ട് തുറന്ന് നമ്മളെ അകത്ത് കയറ്റി. അതായത് പകൽ സമയത്ത് ഇരുമ്പ് ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുന്ന ഈ ഗേറ്റ് തുറന്നു.
ഞങ്ങളകത്തേക്ക് കയറി. ഞങ്ങൾ കയറി ഉടനെ ഈ സെക്യൂരിറ്റി, അയാളുടെ കയ്യിലൊരു തോക്കൊക്കെ ഉണ്ട്, അയാൾ ഗേറ്റ് പൂട്ടി. അപ്പോൾ ഈ പിള്ളേരൊക്കെ വാതൊക്കെ വന്നിട്ട് അവർ തിരിച്ചു പോയി. അപ്പോൾ ഒരു കെട്ടിടത്തിൻ്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി. വളരെ രസമാണ്, ധാരാളം മരങ്ങളുള്ള ഒരു പറമ്പ്. ഈ പറമ്പിനകത്ത് ആഫ്രിക്കൻ ഗ്രാമം തന്നെ, ആഫ്രിക്കയുടെ തനത് വനത്തിനകത്തെന്ന് നമുക്ക് തോന്നുള്ളൂ, ഒരു വനം തന്നെ ശരിക്കും പറഞ്ഞാൽ. അവിടെ വള്ളിപ്പടർപ്പുകളെല്ലാം പടർന്നു പിടിച്ചിരിക്കുന്ന, തകരമൊക്കെ മേഞ്ഞ് കുറേ പ്രാകൃതമായ തൂണുകളിലൊക്കെ നാട്ടി നിർത്തിയിരിക്കുന്ന കല്ലുകൊണ്ട് കെട്ടിയ ഒരു കെട്ടിടം. അതാണ് എൻ്റെ റിസപ്ഷൻ. ഞാൻ അകത്തേക്ക് കയറി ചെന്നു. ഞാൻ എൻ്റെ വൗച്ചർ കൊടുത്തു, ഹോട്ടൽ വൗച്ചർ കൊടുത്തു. എൻ്റെ മുറിയൊക്കെ റെഡിയാണ്, 4-ാം നമ്പർ കോട്ടേജിലാണ് നമുക്ക് വേണ്ടി മുറി ഒരുക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ജോലിക്കാരൻ വന്നു, അവൻ എൻ്റെ ബാഗൊക്കെ എടുത്തു, മുറി കാണിച്ചു തരാൻ മുമ്പേ പോവുകയാണ്. വളരെ രസകരമാണ്, അവരെല്ലാം ഷൂട്ട് ചെയ്യുന്നു. സഫാരി വാഹനങ്ങളുമായിട്ട് വരുന്നവരൊക്കെ താമസിക്കാൻ അവരുടേതായ സൗകര്യങ്ങളെടുക്കും. അതിനൂടെയുള്ള ഫീസ് നമ്മൾ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. റെമിക്ക് താമസം, റെമിയുടെ ഭക്ഷണം, റെമിയുടെ വണ്ടിയുടെ കൂലി, അതിൻ്റെ വാടക, ഇതെല്ലാം കൂടെ ചേർന്ന ഫീസാണ് റെമിക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ അവർക്ക് മുറി എടുത്ത് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം റെമി പറഞ്ഞു, രാവിലെ 7 മണിയാകുമ്പോൾ ഞാനിവിടെ വരും, റെഡിയായി നിന്നോണം. അപ്പോൾ ഞാൻ പറഞ്ഞു, റെമി ഇപ്പം മണി 5:30 ആയിട്ടുള്ളൂ വൈകുന്നേരം. അപ്പം ഞാൻ മുറിയിലൊന്ന് പോയിട്ട് ഒന്ന് കുളിച്ചിട്ട് എനിക്ക് ടൗണിലൊന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. റെമി ഒന്ന് വെയിറ്റ് ചെയ്താൽ ഈ കരാട്ടു ടൗണിലെ വൈകുന്നേരത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമല്ലോ, അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാമല്ലോ. റെമി എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ തലയ്ക്ക് വട്ടുണ്ടോ? ഈ ക്യാമറയായിട്ട് നിങ്ങൾ തനിച്ച് ആ കരാട്ടു പട്ടണത്തിൽ പോയി നിൽക്കാനോ? അതൊന്നും നടക്കില്ല. ഇന്നിനി ഈ ഗേറ്റിന് പുറത്തേക്ക് ഇറങ്ങിയേക്കരുത്. ഈ ലോഡ്ജുകാരൻ വാതിൽ താഴിട്ട് പൂട്ടുന്നത് നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ സേഫ്റ്റി വലിയ പ്രശ്നമാണ്. ടൂറിസ്റ്റുകളുടെ സേഫ്റ്റിയാണ് ഞങ്ങളുടെ പ്രധാന പ്രശ്നം. ഇവിടേക്ക് ഒറ്റയ്ക്ക് ക്യാമറയായിട്ട് നടക്കാനും വൈകുന്നേരം പുറത്തിറങ്ങാനും ഒന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ ഈ ലോഡ്ജിനകത്ത് സേഫാണ്, അവിടെ തന്നെ താമസിച്ചോളുക. രാവിലെ 7 മണിക്ക് ഞാൻ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അങ്ങനെ റെമി വണ്ടിയായിട്ട് പോയി. അപ്പോൾ ഈ ജീവനക്കാരന് വന്ന് എൻ്റെ ബാഗ് എടുത്തുകൊണ്ട് എന്നെ മുറി കാണിക്കാൻ പോവുകയാണ്. വലിയ വിശാലമായൊരു പറമ്പിലാണിത്. ധാരാളം മരങ്ങൾ, കോട്ടേജുകൾ, പലതും പുല്ലുമേഞ്ഞ കെട്ടിടങ്ങൾ, പുല്ലുമേഞ്ഞ വട്ടക്കെട്ടിടങ്ങൾ. അപ്പോൾ ഒരു വലിയ കെട്ടിടം പുല്ലുമേഞ്ഞ് മരം കൊണ്ട് പണിത ഒരു വട്ടക്കെട്ടിടമുണ്ട്. അത് ഈ പയ്യൻ ഈ റൂമിലേക്ക് കൊണ്ടുപോകുന്ന ജീവനക്കാരനെ കാണിച്ചു എന്നിട്ട് പറഞ്ഞു, ഇതാണ് റെസ്റ്റോറൻറ്റ്, അതിൻ്റെ തൊട്ട് ചേർന്നതാണ് ബാറ്. ഇതൊക്കെ ഒരു 7 മണിയാകുമ്പോഴത്തേക്കും സജീവമാകും, ഓപ്പണാകും. അപ്പോൾ നിങ്ങൾക്ക് വന്ന് അത്താഴം കഴിക്കാം. അത്താഴമൊക്കെ നിങ്ങളുടെ ഈ പാക്കേജിനകത്ത് ഉൾപ്പെട്ടതാണ്. അപ്പോൾ ഒരു 7 മണിയാകുമ്പോഴത്തേക്കും വന്നാൽ മതി. റെസ്റ്റോറൻറ്റും ബാറും എല്ലാം സജീവമാകും. വളരെ രസകരമാണ്. പുല്ലുമേഞ്ഞ ഈ പുല്ല് വെറുതെ അങ്ങ് മേഞ്ഞിരിക്കുകയല്ല, അതിൻ്റെ അടിയിൽ കൂടെ വാഴപ്പോള ഉണക്കി ഒരു സീലിംഗ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ രസകരമാണ്. അതായത് ഇവരുടെ ഈ ഗോത്ര കരകൗശലങ്ങൾ അതിഗംഭീരമാണ്. ആ പ്രാകൃത രൂപത്തിൽ, പ്രാകൃതം എന്ന് പറഞ്ഞാൽ പ്രകൃതിയോട് ഇണങ്ങിയതെന്നാണ് ഞാൻ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രാകൃതം എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കുന്നത് എന്തോ വൃത്തികെട്ടതെന്നാണ്. പ്രാകൃതം എന്ന് പറഞ്ഞാൽ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ പ്രാകൃതമായ രൂപത്തിൽ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ കലാപരമായിട്ട് നിർമ്മിച്ച റെസ്റ്റോറൻറ്റുകൾ, അതിനകത്തെ മേശകസേരകൾ, ശരിക്കും ആഫ്രിക്കൻ ടച്ച് എല്ലാത്തിലും ഉണ്ട്. അവിടുന്ന് എന്നെ മുറി കാണിച്ചു കൊണ്ടുപോവാണ്. അത് 2 തരം കോട്ടേജുകളുണ്ട് ഇവിടെ. കല്ലുകൊണ്ട് പണിത കോട്ടേജുണ്ട്, മരം കൊണ്ട് പണിത കോട്ടേജുണ്ട്. എൻ്റെ ഈ 4-ാം നമ്പർ കോട്ടേജ് മരം കൊണ്ട് പണിത കോട്ടേജാണ്. ശാലകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, മരക്കെട്ടിടങ്ങൾ, ഷെഡുകളെന്നോ അല്ലെങ്കിൽ മരക്കെട്ടിടങ്ങൾ. അത് വലിയ കോൺക്രീറ്റും ഈ സിമെൻറ്റും ഒക്കെ കൊണ്ട് പണിതതിൻ്റെ ഒരു വലിയ ബലമൊന്നുമില്ല. പക്ഷേ മരം ചുറ്റും അടിച്ച് രസകരമാണ്. മരവാതിൽ, ഒരു തട്ടിൻ്റെ മുകളിലാണ് ഈ കെട്ടിടം തന്നെ ഇരിക്കുന്നത്. ഒരു നിലയേ ഉള്ളൂ. അതിന് അടി പലക അടിച്ചിരിക്കുന്നതാണ്, ചുവരുകൾ പലക, മച്ച് പലക, അതിന് മുകളിൽ തകരം വിരിച്ചിരിക്കുന്നു. ഇതിനകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും നല്ല മനോഹരമായിട്ട് ബെഡ് വിരിച്ചിരിക്കുന്നു. ഈ ബെഡ്ഷീറ്റ് എന്ന് പറയുന്നത് തന്നെ ഗോത്ര ചിഹ്നങ്ങളെല്ലാം ആലേഖനം ചെയ്ത രസകരമായ ഒരു ആഫ്രിക്കൻ ബെഡ്ഷീറ്റാണ് വിരിച്ചിരിക്കുന്നത്. 1-2 കസേരകളുണ്ട്. ഈ കസേരകളെല്ലാം ഒരു ഗോത്ര ശൈലിയിലുള്ള കസേരകളാണ്. ഒരു ഭാഗത്ത് ടോയ്ലറ്റ്, വേറൊരു ഭാഗത്ത് കുളിമുറി, അതിൻ്റെ പിൻഭാഗത്താണ് ഇത്. ഈ മുറിയിനകത്തോട് ടോയ്ലറ്റിലേക്ക് കടക്കാം. അപ്പുറത്ത് ഒരു കുളിമുറിയുണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഗസ്റ്റുകളുണ്ടെങ്കിൽ ഒരാൾക്ക് കുളിക്കാം, ഒരാൾക്ക് ടോയ്ലറ്റിൽ പോകാം. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ കുളിമുറിയും ടോയ്ലറ്റും എല്ലാം കൂടെ ഒന്നിച്ചല്ല. ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ മുൻഭാഗത്ത് ഒരു ബാൽക്കണി പോലെ മുന്നിലേക്ക് നിൽക്കുന്ന ഒരു തട്ടാണ്. അവിടെ ഒരു കസേരയുണ്ട്, അവിടെ ഇരിക്കാം. നല്ല തണുപ്പ്, കിളികളുടെ ശബ്ദം, അതിമനോഹരമായൊരു ആംബിയൻസ്. സത്യത്തിൽ ഒരു തടാക തീരത്തോ നദീതീരത്തോ കടൽ തീരത്തോ മലമുകളിലെ വ്യൂ പോയിൻറ്റിലോ ഒന്നുമല്ല. ഒരു സാധാരണ പറമ്പിൽ പണിതിരിക്കുന്ന കുറേ കെട്ടിടങ്ങളാണ് ഈ ലോഡ്ജ്. പക്ഷേ ഇവിടെ പോലും വന്ന് താമസിക്കണമെങ്കിൽ നമ്മൾ ഏകദേശം 6200 രൂപ കൊടുക്കണം ഒരു രാത്രിക്ക്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതായത് വെറും ഉൾനാടുകൾ പോലും ടൂറിസത്തിൻ്റെ ഒരു കേന്ദ്രമാക്കാൻ വ്യത്യസ്തമായ രീതിയിൽ കോട്ടേജുകൾ പണിതാൽ മതി എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ഇത്. കൂടാതെ ഈ ഗൊരങ്കരോ എന്ന് പറയുന്ന ഒരു ടൂറിസം കേന്ദ്രം, ഒപ്പം ലേക്ക് മഞ്ഞാറ എന്ന് പറയുന്ന ഒരു ടൂറിസം കേന്ദ്രം, ഇതിന് നടുക്കുള്ള ഗ്രാമപ്രദേശങ്ങളിലെ ആളുകൾക്ക്, ധാരാളം ആളുകൾക്ക് തൊഴിൽ കിട്ടുന്ന ഒന്നുകൂടിയാണ് ഇത്തരം ജംഗിൾ ലോഡ്ജുകൾ.
നമ്മുടെ നാട്ടിലും നമ്മുടെ പ്ലാന്റേഷൻ പ്രദേശങ്ങളിൽ, നമ്മുടെ തേയിലത്തോട്ടങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ റബ്ബർ തോട്ടങ്ങളിൽ, കേരളത്തിൻ്റെ ഇടനാടെന്ന് പറയുന്ന മലമ്പ്രദേശവും തീരപ്രദേശവും അല്ലാത്ത ഇടനാടുകളിൽ പോലും ടൂറിസത്തിന് വലിയ സാധ്യതകളാണ്. അവിടുത്തെ പ്ലാന്റേഷനുകളിൽ, അവിടുത്തെ തോട്ടങ്ങളിൽ, കൃഷിയിടങ്ങളിൽ, നദീതീരങ്ങളിൽ, എന്തിനേറെ തോട്ടുവക്കുകളിൽ പോലും ഇത്തരത്തിലുള്ള ജംഗിൾ ലോഡ്ജുകൾ പോലത്തെ വ്യത്യസ്തമായ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ചില ശാലകളും കെട്ടിടങ്ങളും പെടുന്നാൽ കേരളത്തിൻ്റെ ഗ്രാമീണ ജീവിതം അനുഭവിക്കാൻ, ഗ്രാമീണ ജീവിതത്തിൻ്റെ തൊഴിലുകളുടെ, അവിടുത്തെ ജീവിതചര്യകളുടെ, അവിടുത്തെ ഉത്സവങ്ങളുടെ കാഴ്ചകൾ ആസ്വദിക്കാൻ ആളുകൾ വരും. കേരളത്തിൻ്റെ ജീവിത കാഴ്ചകൾ എന്ന് പറയുന്നത് യൂറോപ്പിലുള്ളവർക്കോ ഓസ്ട്രേലിയയിലുള്ളവർക്കോ ജപ്പാനിലുള്ളവർക്കോ ഒക്കെ വിചിത്രമായ കാഴ്ചകളാണ്. നമ്മൾ ഈ ആഫ്രിക്കൻ ഉൾഗ്രാമത്തിൽ പോയി കാഴ്ച കാണുന്നത് പോലെ തന്നെയാണ് കേരളത്തിലെ ഗ്രാമങ്ങളിലേക്ക് സ്വിറ്റ്സർലൻഡിൽ നിന്നോ സിംഗപ്പൂരിൽ നിന്നോ അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നോ അവിടുത്തെ ഒരാൾ വന്ന് കാഴ്ചകൾ കാണുന്നത്. അതേ കൗതുകത്തോടെ ആയിരിക്കും. അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ ഈ ടാൻസാനിയ പോലും നമ്മളെ പഠിപ്പിക്കുന്ന ടൂറിസത്തിൻ്റെ പല ടെക്നിക്കുകളുണ്ട്, പുതിയ വിദ്യകളുണ്ട്, പുതിയ ആശയങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ ബാഗൊക്കെ കൊണ്ടുപോയി വെച്ച് ഒന്ന് കുളിച്ച് ആ പൊടിയെല്ലാം ഒന്ന് കളഞ്ഞു. എനിക്ക് തോന്നുന്ന ഒരു 1/2 കിലോ പൊടി എൻ്റെ ശരീരത്തിൽ തന്നെ അപ്പം തന്നെ ഒഴുകി പോയിട്ടുണ്ട്. ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഞാൻ പുറത്തേക്ക് ഇറങ്ങി. നല്ല തണുപ്പ്, നല്ല സുഖം. ഞാൻ അതിനകത്തൂടെ എല്ലാം നടന്ന്, ആ ക്യാമ്പസിലൂടെ എല്ലാം നടന്ന് ചിത്രീകരിച്ചു. അപ്പോൾ ചില കോട്ടേജുകളിലൊക്കെ ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഗെയിം ഡ്രൈവ് എല്ലാം കഴിഞ്ഞ് വന്നിരിക്കുന്നു. ചിലർ ഗൊരങ്കൊരോയിൽ പോയിട്ട് വരുന്നവരാണ്, ചിലർ ലേക്ക് മഞ്ഞാറയിൽ നിന്ന് വരുന്നവരാണ്, ചിലർ ഇനി അരൂഷയിലേക്ക് മടങ്ങാനുള്ളവരാണ്. ഏതായാലും അവിടുത്തെ 10-12 കോട്ടേജസേ ഉള്ളൂ. അതിനകത്തെല്ലാം അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ആളുണ്ട്. ഞാൻ റെസ്റ്റോറൻറ്റിലേക്ക് ചെന്നു. റെസ്റ്റോറൻറ്റിൽ അവർ പറഞ്ഞു കുറച്ച് നേരം കൂടെ കഴിയും, അവിടെ ഒരു ബാറുണ്ട്, അവിടെ 2-3 സായിപ്പുമാർ വന്നിരുന്നിട്ട് ഓരോ ബിയറൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെറിയ ഒരു ജംഗിൾ ലോഡ്ജിൽ പോലും അവിടെ ഒരു ബാറുണ്ട്, അവിടെ ബിയർ ലഭിക്കും, അല്ലാത്തവർക്ക് മറ്റു മദ്യങ്ങളും ലഭ്യമാകും. പലപ്പോഴും ഞാൻ ഈ ടൂറിസം കേന്ദ്രങ്ങളിൽ ബിയറോ മദ്യമോ ആവശ്യമാണെന്ന് പറയുന്നത് നമ്മുടെ നാട്ടുകാർക്ക് കുടിച്ച് കൂത്താടാൻ വേണ്ടിയിട്ടല്ല. വെക്കേഷൻ ആഘോഷിക്കാൻ വരുന്ന ആളുകൾക്ക് ഇത്തരം ലോഡ്ജുകളിൽ, ഇത്തരം ടൂറിസം കേന്ദ്രങ്ങളിൽ പകലത്തെ ആക്ടിവിറ്റി എല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ രാത്രി അവർക്കൊന്നും ചെയ്യാനില്ല. നമുക്ക് കവലയിലേക്ക് ഇറങ്ങാം, അല്ലെങ്കിൽ നമുക്ക് ടി വി കാണാം, നമ്മുടെ സീരിയലുകൾ കാണാം, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ ഇത് കാണാം. ഇവരതല്ല പ്രതീക്ഷിക്കുന്നത്. അവർ മൊബൈൽ ഫോൺ പോലും ഓഫാക്കി വെച്ചിട്ടാണ് ഈ വെക്കേഷൻ വരുന്നത്. അപ്പോൾ അവർ ഭാര്യയും ഭർത്താവുമായിരിക്കാം, കാമുകിയും കാമുകനുമായിരിക്കാം, കൊല സുഹൃത്തുക്കളായിരിക്കാം. ഇവർക്ക് ഈ വൈകുന്നേരം ഡിന്നർ വരെയുള്ളൊരു സമയമുണ്ട്. ടൂർ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ, കുളിച്ച് ഫ്രഷായി വന്നു കഴിഞ്ഞാൽ ആ സമയം ഇവർക്ക് എൻഗേജ്ഡ് ആകാൻ ഒരു വൈനോ ഒരു ബീറോ എടുത്തു വെച്ച് അത് സിപ്പ് ചെയ്ത് അന്നത്തെ കാഴ്ചകളുടെ അനുഭവങ്ങളിലൂടെ റീകളക്ട് ചെയ്ത്, അല്ലെങ്കിൽ ആ കഥകൾ പരസ്പരം പറഞ്ഞ് അതിൻ്റെ ആ ഓർമ്മകളിൽ ഒരു 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ടൂറിസത്തിലൊരു പ്രധാന ആക്ടിവിറ്റിയാണ്. വൈകുന്നേരങ്ങൾ കളർഫുള്ളായിട്ട് എൻജോയ് ചെയ്യുക. അതിനാണ് ഇത്തരം ലോഡ്ജുകൾ, ഇത്തരം ജംഗിൾ ലോഡ്ജുകളിൽ, അല്ലെങ്കിൽ ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ, അല്ലെങ്കിൽ ബീച്ച് റിസോർട്ടുകളിലൊക്കെ ഇവർക്ക് ബിയറും വൈനും എങ്കിലും കിട്ടുന്ന സംവിധാനങ്ങൾ വേണമെന്ന് പറയുന്നത്. ചിലപ്പോൾ ഞാനിങ്ങനെ പറയുമ്പം മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, പ്രചരിപ്പിക്കുന്നു എന്ന് പറയും. അതല്ല ഇത് ചെയ്യുന്നത്. ടൂറിസ്റ്റുകൾ എന്ന് പറയുന്നത് അവരുടെ ഒരു വർഷത്തെ അധ്വാനത്തിന് ശേഷം അവരാഘോഷിക്കാനും വിശ്രമിക്കാനും വരുന്നത്. ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സങ്കല്പത്തിലെ ആഘോഷമല്ല, ബീറുകുപ്പി തല്ലിപ്പൊട്ടിച്ചും വൃത്തികേടാക്കിയും പോകുന്നതല്ല. സൈലൻ്റായിട്ട് വന്ന് അവരുടെ മനസ്സിൽ, അവരുടെ ഉള്ളിലേക്ക് ഒതുങ്ങി ഒരാത്മീയതയിലെന്ന പോലെ, ഒരു ധ്യാനത്തിലെന്നതുപോലെ അന്നത്തെ കാഴ്ചകളെല്ലാം റിക്കളക്ട് ചെയ്ത്, അല്ലെങ്കിൽ അടുത്ത ദിവസം ജോലിക്ക് വേണ്ടി വീണ്ടും തിരിച്ചു കയറുമ്പോൾ ചെയ്യേണ്ട പുതിയ ആശയങ്ങൾ രൂപീകരിച്ച് അതിന് മനസ്സിനെ ഒന്ന് ഉണർത്തി ഒരല്പം റിലാക്സ്ഡ് ആകാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ വന്നിരിക്കുകയാണ്. അവരുടെ ഒരു വർഷത്തെ ഏറ്റവും വിലയേറിയ 5-6 ദിവസങ്ങളായിരിക്കും. അവർക്ക് വൈകുന്നേരം ഒരു ബീർ കുടിക്കുന്ന ശീലമുണ്ടെങ്കിൽ ആ ശീലമെല്ലാം ഉപേക്ഷിക്കാൻ അവരെ പ്രേരിപ്പിച്ച് അവരെ നല്ല മനുഷ്യരാക്കി ആത്മീയതയുടെ പുതിയ പാതയിലേക്ക് വളർത്താനൊന്നും അല്ല ടൂറിസം എന്ന് പറയുന്നത്. അവർക്ക് ഏറ്റവും എക്സൈറ്റ്മെൻറ്റ് കൊടുക്കലാണ് ടൂറിസം. അങ്ങനെ ആരാണോ ഏറ്റവും എക്സൈറ്റ്മെൻറ്റ് കൊടുക്കുന്നത് ആ നാട്ടിലേക്ക് അവർ പോകുള്ളൂ. അല്ലാതെ അവിടെ സാരോപദേശം കേൾക്കാൻ വേണ്ടി ആരും ടൂറിസ്റ്റുകളാവുന്നില്ല. അതുകൊണ്ടാണല്ലോ സൗദി അറേബ്യ പോലും അവരുടെ ടൂറിസം പോളിസികളിൽ മാറ്റം വരുത്തിയത്. ഗൾഫ് നാടുകളിൽ വളരെ കർക്കശത്തോടെ കാര്യങ്ങളെ കണ്ടിരുന്ന പല ഗൾഫ് നാടുകളിലും ഈ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ പല സ്ഥലങ്ങളും ലഘൂകരിക്കുന്നതിൻ്റെ കാരണം അതാ. ഇവരാരും മദ്യപിച്ച് മതോന്മത്തരായി അവിടെ പ്രശ്നമുണ്ടാക്കി ഛർദ്ദിച്ച് നശിപ്പിച്ച് പോകുന്നവരല്ല. ഒരു ബിയർ, നമ്മൾ കഴിക്കുന്ന തരത്തിലുള്ളതിൻ്റെ പകുതി പോലും ഇല്ലാത്ത ഒരു ചെറിയ കുപ്പി ബിയറായിരിക്കാം, ചിലപ്പോൾ ഒരു ഗ്ലാസ് വൈനായിരിക്കാം, അല്ലെങ്കിൽ ഒരു പെഗ് മദ്യമായിരിക്കാം. അവർ വൈകുന്നേരം മണിക്കൂറുകളിരുന്ന് സിപ്പ് ചെയ്ത് കഴിക്കുന്നത്. ഇത്ര ആളുകൾ താമസിക്കുന്ന കേരളത്തിലെ ഹോട്ടലുകളിൽ ജോലി ചെയ്യുന്ന ധാരാളം മലയാളികളുണ്ട്. അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ ഇത്തരം ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് ജോലി ചെയ്യുന്ന ധാരാളം മലയാളികളുണ്ട്. അവർ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ ആളുകളോട് പറയണം ഇതെങ്ങനെയാണ് ഈ ടൂറിസ്റ്റുകൾ ഇതിനെ ഉപയോഗിക്കുന്നത്, അവർ ദുരുപയോഗിക്കുകയല്ല എന്നുള്ളത് ഇതിൽ അനുഭവമുള്ള ആളുകൾ ഷെയർ ചെയ്യുമ്പോൾ മനസ്സിലാകും. ഞാൻ തന്നെ പറയേണ്ട കാര്യമല്ല ഇത്. ഈ ഇൻഡസ്ട്രി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൂടെ ഇതിനകത്ത് അഭിപ്രായങ്ങൾ പറയാം.
നമ്മളും ഇങ്ങനെ 5 മണി മുതൽ 7 മണി റെസ്റ്റോറൻറ്റ് തുറന്നിടം വരെ ഒന്നും ചെയ്യാനില്ല. ആ സമയത്ത് ബാറ് തുറന്നിരിപ്പുണ്ട്, വേണമെങ്കിൽ ഒരു കുപ്പി ബീർ വേണേൽ പോയി കഴിക്കാം, അല്ലെങ്കിൽ ഒരു വൈൻ മേടിച്ച് കഴിക്കാം. ഞാൻ ഈ കാഴ്ചകളെല്ലാം കണ്ട് നടക്കുമ്പോൾ ഈ ആളുകൾ കുളി കഴിഞ്ഞ് ഈ ബാറിലേക്ക് വരുന്നു, അവർ ഫ്രഷാകുന്നു, അവരിന്ന് കണ്ട കാഴ്ചകൾ, ഇന്ന് കണ്ട മൃഗങ്ങളെക്കുറിച്ചുള്ള കഥകൾ, ഇന്നെടുത്ത ഫോട്ടോകൾ അതിങ്ങനെ ഷെയർ ചെയ്യുന്നു, കാണുന്നു, ആസ്വദിക്കുന്നു, ഒപ്പം ഒരു ബീർ സിപ്പ് ചെയ്യുന്നു. ഇങ്ങനെ ഇരിക്കുന്ന ആ കാഴ്ചകളിലൂടെയാണ് പോകുന്നത്. മാത്രമല്ല, ഇത്തരം ജംഗിൾ ലോഡ്ജുകളിൽ മുറികളിൽ ടി വികളൊന്നുമില്ല. ഇവിടെ ആകെപ്പാടെ ടി വി ഉള്ളത് ഈ ബാറിനകത്താണ്. അവിടെ ന്യൂസ് ഇട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ ഫുട്ബോൾ ഇട്ടിട്ടുണ്ടാവും. വേണ്ടവർക്ക് അവിടെ വന്നിരുന്ന് കാണാം. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായും റെസ്റ്റോറൻറ്റും ബാറും നടത്തുന്നവർക്ക് കൂടുതൽ കച്ചവടം നടക്കണമെന്ന് തന്നെയാണ്. പക്ഷേ ഈ ടൂറിസ്റ്റുകൾക്കും ഇന്ന് എന്ത് ലോകത്ത് നടന്നു എന്നൊക്കെ അറിയാൻ അക്കാലത്ത്, ഇൻ്റർനെറ്റൊക്കെ ഇന്ന് ലഭ്യമായ കാലത്ത്, വൈഫൈ ഒക്കെ ലഭ്യമാകുന്ന കാലത്ത് നമ്മുടെ മൊബൈൽ ഫോണിൽ ലഭിക്കുമെങ്കിലും അതുവരെയുള്ളൊരു കാലഘട്ടത്തിൽ ഇത്തരം ഒരു ബാറിൽ വന്നിരുന്നിട്ടാണ് ഇവർ ന്യൂസൊക്കെ കാണുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത്താഴത്തിൻ്റെ സമയമായി. ആളുകളെല്ലാം റെസ്റ്റോറൻറ്റിൽ വന്നു. ഞാനും അത്താഴം കഴിക്കായിരുന്നു. അപ്പോൾ എനിക്ക് ചില സമയത്ത് അല്പം ചോറ് കഴിക്കണമെന്ന് തോന്നും. അങ്ങനെ ചോറും പയറുകറിയും ഒക്കെ കൂടെ ചേർന്ന ഒരു വിഭവം, നോൺ വെജ് ഇല്ല, വെജിറ്റേറിയൻ തന്നെ വിഭവങ്ങൾ, കുറച്ച് പഴങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ അത്താഴം കഴിച്ചു. അന്ന് പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ പുറത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും വണ്ടിയായിട്ട് നമ്മുടെ റെമിയുടെ കറക്റ്റ് 7 മണിക്ക് എത്തിയിട്ടുണ്ട്. പ്രൊഫഷണലിസം എന്ന് പറഞ്ഞാൽ അതാണ്. 7 മണി എന്ന് പറഞ്ഞാൽ 7 മണിക്ക് അവരുണ്ടായിരിക്കും അവിടെ. എൻ്റെ ലഗേജൊക്കെ വണ്ടിക്കകത്ത് വെച്ചു. ഞങ്ങൾ ഒക്ടഗൺ ലോഡ്ജിൽ നിന്ന് യാത്രയാകണം. പിന്നെ ഈ മൺപാതയിലൂടെ കൂടി പ്രധാന റോഡിലേക്ക് ചെന്ന് കയറി പ്രധാന പാതയിലൂടെ പിന്നെ നമ്മൾ വീണ്ടും യാത്ര ചെയ്ത് നമ്മൾ ഗൊരങ്കരോ ക്രേറ്ററിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. ഇനി നമ്മൾ മലകയറ്റം തുടങ്ങണം. അതായത് അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറണം. ഈ അഗ്നിപർവ്വതത്തിൻ്റെ മുകളിൽ കയറിയിട്ട് വേണം അതിൻ്റെ നടുക്കുള്ള കുഴിക്കകത്തോട്ട് ഇറങ്ങാൻ. അതൊരു ഗംഭീര അനുഭവമാണ്. അവിടെ ഒരു ഗേറ്റുണ്ട്. ഈ റോഡിൽ വമ്പനൊരു ഗേറ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു കെട്ടിടം തന്നെയാണ്. റോഡിന് കുറുകെ വമ്പനൊരു കെട്ടിടം പണിത് വെച്ചിരിക്കുക. അതിൻ്റെ ഒരു വശത്ത് ടിക്കറ്റിംഗ് സെൻറ്റർ, ഒരു ഭാഗത്ത് ആളുകൾക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങൾ, വലിയൊരു പ്രദേശമാണ്. ഹൈവേയുടെ റോഡിൻ്റെ ഒരു പ്രധാന ഭാഗം ഇതാക്കി മാറ്റിയിരിക്കുകയാണ്, ഈ പറഞ്ഞ ഒരു എൻട്രൻസ് ആക്കി മാറ്റിയിരിക്കുക. ലൊഡ്വാറ ഗേറ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ലൊഡ്വാറ ഗേറ്റ്. ഇതിന് പല ഗേറ്റുകളുണ്ട്. ഇതിൻ്റെ മറ്റേ സൈഡിൽ മറ്റൊരു ഗേറ്റ് ഉണ്ട്. അതായത് ഗൊരങ്കരോ ക്രേറ്റർ കഴിഞ്ഞ് വീണ്ടും നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ മറ്റൊരു ഗേറ്റ് ഉണ്ട് അടുത്ത പ്രദേശത്തേക്ക് പോകുമ്പോൾ. അവിടെയാണ് സെരംഗറ്റി നാഷണൽ പാർക്കിലേക്ക് പോകണമെങ്കിൽ അവിടുന്ന് പിന്നെയും മുന്നോട്ട് പോകണം. അവിടെയാണ് സെരംഗറ്റി നാഷണൽ പാർക്കിലെത്തുന്നത്. സെരംഗറ്റിയാണ് എനിക്ക് തോന്നുന്നത് ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും അധികം വന്യമൃഗങ്ങളുള്ള നാഷണൽ പാർക്കുകളെന്ന്. ഈ സെരംഗറ്റി നാഷണൽ പാർക്ക് എന്ന് പറയുന്ന അവിടെ ആ പ്രദേശത്ത് നിന്ന് വീൽഡ് ബീസ്റ്റുകൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ കുതിരമാൻ എന്ന് പണ്ട് എസ്കേപ്പറ്റക്കാട് വിശേഷിപ്പിച്ച പോത്തും പശുവും കുതിരയും കഴുതയും ഒക്കെ കൂടെ ചേർന്നൊരു മൃഗമാണ് ഈ വീൽഡ് ബീസ്റ്റ്. കറുത്ത ഒരു മൃഗമാണ്. ഒരു പശുവിൻ്റെ വലിപ്പമേ ഉള്ളൂ, പക്ഷേ ഒരു പ്രത്യേക രീതി അതിൻ്റെ ഷേപ്പ്. കുതിരയുടെ ഒരു കുറേ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീൽഡ് ബീസ്റ്റുകളാണ് ഇത്തരം ആഫ്രിക്കൻ വനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത്. ലക്ഷക്കണക്കിന്. അപ്പോൾ ഈ വീൽഡ് ബീസ്റ്റുകളാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഒരു ജനുവരി ആകുമ്പോഴത്തേക്കും ഇവിടുന്ന് ഈ സെരംഗറ്റി പ്രദേശത്ത് നിന്ന് കെനിയയിലേക്ക് യാത്ര നടത്തും. ഗ്രേറ്റ് മൈഗ്രേഷൻ എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇത് യാത്ര തുടരാൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ അപ്പോഴത്തേക്കും മഴ പെയ്ത് പുല്ലൊക്കെ കിളിർത്ത് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് തേടി ഇവർ 100 കണക്കിന് കിലോമീറ്റർ ഇങ്ങനെ യാത്ര ചെയ്യും. അത് യാത്രക്കിടയ്ക്ക് ഈ ഗൊരങ്കരോയിലും എത്തും. ഈ ഗൊരങ്കരോ വഴി കടന്നാണ് കെനിയയിലെ മസായിമാര ഉൾപ്പെടെയുള്ള പ്രദേശത്തേക്ക് ഇതെത്തുന്നത്. ഈ ഗ്രേറ്റ് മൈഗ്രേഷൻ നടക്കുമ്പോൾ ലക്ഷക്കണക്കിന് ഈ കുതിരമാനുകളുണ്ടാവും, അല്ലെങ്കിൽ ഈ പറഞ്ഞ വിൽഡ് ബീസ്റ്റ് എന്ന് പറയുന്ന മൃഗം ഉണ്ടാവും. വൈൽഡ് ബീസ്റ്റ് എന്ന് ചിലർ തെറ്റായിട്ട് പറയും, വിൽഡ് ബീസ്റ്റ് എന്നാണ് അത് പറയുന്നത്. അതിൻ്റെ ഒപ്പം 1000-10,000 സീബ്രകളുണ്ടാവും. അതുകൂടാതെ തന്നെ മാനുകളുണ്ടാവും, പലതരം മാൻവർഗത്തിലുള്ള ഉണ്ടാവും. ഇവരെല്ലാം ഒരു സംഘമായിട്ടാണ് പോവുക. ഇവർ പോകുമ്പോൾ മറ്റൊരു കാര്യം കൂടെ സംഭവിക്കും. ഇവരുടെ ഒപ്പം തന്നെ സിംഹങ്ങൾ, ചീറ്റകൾ, പുള്ളിപ്പുലികൾ, ഇങ്ങനെ ഇവരെ തിന്ന് ജീവിക്കുന്ന ഒരു സംഘവും ഇതിനൊപ്പം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഇത് മാത്രമല്ല, ഹൈന പോലെ ഈ ശവം തിന്ന് ജീവിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. അവർ പോകും, കഴുകന്മാർ പോകും, പക്ഷികൾ പോകും, ഇതെല്ലാം പോകും. ഈ പോകുന്ന വഴിക്ക് നിരവധി തടാകങ്ങളും നദികളുമുണ്ട്. ഇതിലെല്ലാം ഇറങ്ങിക്കയറിയാണ് നിങ്ങൾ പോവുക. അങ്ങനെ പോകുമ്പോൾ അതിനകത്തുള്ള മുതലുള്ള നിരവധി ജീവികൾക്കും ഇവരിരയാവും. അങ്ങനെ വർഷത്തിൽ ജനുവരി മാസത്തിൽ അങ്ങോട്ട് യാത്ര ചെയ്യും. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസം വരെ അങ്ങോട്ട് പോകും. അത് കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് അവരൊരു സെപ്റ്റംബർ, ഒക്ടോബർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നവംബർ ആകുമ്പോഴത്തേക്കും ഇവിടെ തിരികെ എത്തുകയും ചെയ്യും. ഇങ്ങനെ എല്ലാ വർഷവും ഇങ്ങോട്ട് നടക്കുന്ന ഈ പരിപാടിക്കാണ് ഗ്രേറ്റ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. സാധാരണ ഈ രാജ്യങ്ങളിലെ ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ വരുന്ന ഈ മൈഗ്രേഷൻ സമയത്താണ്. അത് ഗംഭീര ഒരു കാഴ്ചയാണ്. പണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പൊക്കെ ഇതിലൂടെ റെയിൽവേ ലൈൻ ഉണ്ടായിരുന്നു, ബ്രിട്ടീഷുകാർ പണിത റെയിൽവേ ലൈൻ. ഈ റെയിൽവേ ട്രാക്കുകളിലൂടെ ട്രെയിൻ കടന്നു പോകുമ്പോൾ ഈ ഗ്രേറ്റ് മൈഗ്രേഷൻ്റെ സമയത്ത് 2 ആഴ്ച വരെ ട്രെയിൻ നിർത്തിയിടുമായിരുന്നു. അതായത് ഇതിനെ ഈ പാളം ക്രോസ് ചെയ്ത് വിൽഡ് ബീസ്റ്റുകൾ ഈ മൃഗങ്ങളും കടന്നു പോകുന്നതിന് ഒരു ഗ്യാപ്പ് കിട്ടാൻ വേണ്ടി
2 ആഴ്ച ട്രെയിൻ കാത്തു കിടക്കേണ്ടി വന്നിട്ടുണ്ട്. 2 ആഴ്ചയും 3 ആഴ്ചയും വരെ കാത്തു കിടക്കേണ്ടി വന്ന കഥകൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് മൃഗങ്ങൾ ദിവസവും കടന്നു പോകുന്നതെന്ന് ചിന്തിച്ച് നോക്കണം. ഇടമുറിയാതെ കടന്നു പോകുന്ന ആയിരക്കണക്കിന് കാട്ടുമൃഗങ്ങൾ ഈ റെയിൽവേ ലൈനിനെ ക്രോസ് ചെയ്ത് പോകുമ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് ഒന്ന് കിട്ടിയിട്ട് വേണം ട്രെയിനിന് പോകാൻ എന്നുള്ള മട്ടിൽ ട്രെയിൻ കാത്തു കിടക്കാൻ കിട്ടിയിട്ട് 2 ആഴ്ച കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതായിരുന്നു വന്യമൃഗസമ്പത്ത് അക്കാലത്തെ. അതൊക്കെ സായിപ്പിനെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നും അതിൻ്റെ വലിയൊരു ശതമാനം മൃഗങ്ങൾ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഈ ഇടക്കാലങ്ങളിൽ 1970-കളിലും 80-കളിലും ഒക്കെ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള കാലം മുതൽ വലിയ വേട്ടകളിലൂടെ വലിയ തോതിൽ ഈ വന്യമൃഗസമ്പത്ത് കുറഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വലിയ സംരക്ഷണ നിയമങ്ങളൊക്കെ വന്ന് അത് സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഇവിടെ നമ്മൾ കാത്തു കിടക്കുമ്പോഴത്തേക്കും വണ്ടികൾ പലത് വരുന്നു, സഫാരി വാഹനങ്ങൾ ഓരോന്നോരോന്നായിട്ട് വരുന്നു, വലിയ ബസ്സുകളിൽ കുട്ടികൾ വരുന്നു, ഇറങ്ങുന്നു. അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. അപ്പം റെമി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒരു $400 എടുത്തേ. ഞാൻ ചോദിച്ചു, $400? എന്തിനാ? എൻ്റെ ആപ്പാടെ $600 ഉള്ളൂ ഇനി. ആ $400 എടുക്ക്. ഞാൻ പെട്ടെന്ന് $400 എടുത്ത്. ഞാൻ ചോദിച്ചു, 2 പേർക്കുള്ള ടിക്കറ്റാണോ? അല്ല, എനിക്ക് ടിക്കറ്റൊന്നും വേണ്ട, റെമി പറഞ്ഞു. അപ്പോൾ ഇത് ആർക്കുള്ള? നിങ്ങൾക്കുള്ള ടിക്കറ്റ് $400 ഇതിനകത്ത്. അതെ, ഈ ഗൊരങ്കരോ ക്രേറ്ററിനകത്ത് കയറി നമ്മളൊരു ദിവസം കാഴ്ച കാണണമെങ്കിൽ $400. അതായത് ഏതാണ്ട് 35,000 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ഇതാണ് അവിടെ നടക്കുന്ന ടൂറിസം. വന്യമൃഗങ്ങളുണ്ടെങ്കിൽ ഒരു രാജ്യം രക്ഷപ്പെടാൻ വേറെ വല്ല മാർഗമുണ്ടോ? അവിടുത്തെ മൊത്തം സാമ്പത്തിക ആ രാഷ്ട്രത്തിൻ്റെ വരുമാനത്തിൻ്റെ 14-15% ടൂറിസത്തിലൂടെ ആയതിൽ വലിയ അത്ഭുതമുണ്ടോ? ആയിരക്കണക്കിന് ആളുകൾ ഒരു ദിവസം കയറുന്നത്. അവർ ഓരോരുത്തരും 35,000 രൂപയാണ് ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറുന്നത്. ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്നു. ഈ മലയുടെ കയറ്റം തുടങ്ങി. ഈ അഗ്നിപർവ്വതത്തിൻ്റെ മുഖത്തിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് വനത്തിനകത്തൂടെ കയറി കുറേ നേരം ഓടി നമ്മൾ ആ ക്രേറ്ററിൻ്റെ ഏറ്റവും മുകളിലെത്തി. ക്രേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കുഴിയുടെ വക്കിലേ നമ്മളെത്തുന്നത്. അതിന് ചുറ്റും നമുക്ക് സഞ്ചരിക്കാം. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ താഴ്വാരം കാണാം, ക്രേറ്ററിൻ്റെ ഉൾഭാഗം, അഗ്നിപർവ്വതത്തിനകത്തെ ഗർത്തം, ഞാനീ പറഞ്ഞ 20 കിലോമീറ്ററിലകം അധികം വിസ്തൃതിയുള്ള ആ വലിയൊരു ഒരു ഉരുളി പോലെ അകയിരിക്കുന്ന ആ ഭാഗം കാണാം. ക്രേറ്ററിൻ്റെ വക്കിൽ തന്നെ മസായി ഗോത്രക്കാരുടെ ഗ്രാമങ്ങളുണ്ട്, ബോമകളുണ്ട്. അവർ വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുന്നതാണ്. അവർക്ക് മാത്രമാണ് നടന്ന് ഇതിനകത്ത് ഇറങ്ങാൻ അനുമതിയുള്ളത്. അതായത് ഈ ക്രേറ്ററിനകത്തേക്ക് അവരുടെ കന്നുകാലികളുമായിട്ട് ഇവരിറങ്ങും, അതിനെ മേച്ച് നടക്കും. ചിലപ്പോൾ അവരെ കാട്ടുപന്നി ആക്രമിക്കും, മൃഗങ്ങൾ ആക്രമിക്കും. പക്ഷേ എന്നാലും ധീരരാണ് ഇവരൊരു കുന്തവുമായിട്ട് ഇതിനകത്തൂടെ ഇറങ്ങി പശുവിനെ മേയിച്ചിട്ട് വൈകുന്നേരം തിരിച്ച് കയറും. ഏതാണ്ട് 1/2 കിലോമീറ്റർ കയറ്റം കയറിയെങ്കിൽ ഈ ക്രേറ്ററിനകത്തുനിന്ന് പുറത്ത് വെക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ വക്കുകളിൽ ഇവരുടെ ഗോത്ര ജീവിതം നടക്കുന്നു. അവിടുന്ന് ഞങ്ങൾ പിന്നെ താഴേക്ക് ഇറങ്ങുകയാണ്. അത് മൺപാതയാണ്. അതിലൂടെ ഒരു ഇത്തിരി കുത്തനെയുള്ള ഇറക്കമൊക്കെയാണ്. ഇറങ്ങി നമ്മൾ അങ്ങ് താഴ്വാരത്തെത്തുന്നു. താഴ്വാരത്തെത്തുമ്പോഴത്തേക്കും, അതായത് ഈ ക്രേറ്ററിൻ്റെ നടുക്കെത്തി, നമ്മളൊരു കുഴിക്കകത്ത് നിൽക്കുകയാണ്. നമുക്ക് ചുറ്റും മല പോലെ ഒരു തളിക പോലെ ചുറ്റും ഈ അഗ്നിപർവ്വതത്തിൻ്റെ മുഖം ഇങ്ങനെ ചുറ്റും. ഇതിനകത്തൂടെ നമുക്ക് 10-20-30 കിലോമീറ്റർ ഇതിനകത്തൂടെ സഞ്ചരിക്കും. ഇതിനകത്ത് മുഴുവൻ വന്യമൃഗങ്ങളാണ്. ഇതിൻ്റെ നടുഭാഗത്തും ഒക്കെ ആയിട്ട് നിരവധി തടാകങ്ങൾ, ജലാശയങ്ങളുണ്ട്. അതിൻ്റെ തീരങ്ങളെല്ലാം ചതുപ്പുകളാണ്. ഈ തടാകത്തിനകത്തും ചതുപ്പിനകത്തും നിരവധി പക്ഷികൾ, ഫ്ലെമിംഗോകൾ, തീരങ്ങളിലെ ചതുപ്പുകളിൽ ഹിപ്പോപ്പൊട്ടാമസ്, അതുപോലെ തന്നെ കാണ്ടാമൃഗങ്ങൾ, ഇങ്ങനെയുള്ള നിരവധി ജീവജാലങ്ങൾ. ഈ പുൽമേടുകളിൽ ഈ വിൽഡ് ബീസ്റ്റ് പോലുള്ള മൃഗങ്ങൾ, സീബ്രകൾ, ജിറാഫുകൾ, അതുപോലെ തന്നെ മാൻവർഗത്തിൽപ്പെട്ട നിരവധി സാധനങ്ങൾ, കാട്ടുപോത്തുകൾ എന്ന് വേണ്ട ഏതാണ്ട് 10-100 ഇനത്തിൽപ്പെട്ട മൃഗങ്ങൾ. നമ്മൾ സഞ്ചരിക്കുമ്പോൾ ആദ്യം കാണുന്നത് കാട്ടുപന്നിയാണ്. കാട്ടുപന്നി ഭയങ്കര തേറ്റയൊക്കെ നടക്കുന്ന കാട്ടുപന്നികൾ. കുറച്ചുകൂടെ കഴിഞ്ഞ് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ഈ പറഞ്ഞ വിൽഡ് ബീസ്റ്റുകളെ കാണുന്നു. വിൽഡ് ബീസ്റ്റുകളുടെ കൂട്ടങ്ങൾ കാണുന്നു. അവയിങ്ങനെ നിഴൽരൂപങ്ങൾ പോലെ അങ്ങ് അകലെ വരെ നീണ്ടു കിടക്കുന്ന ദൃശ്യങ്ങൾ കാണാം. ഈ വിൽഡ് ബീസ്റ്റുകളുടെ കൂട്ടത്തിനിടയ്ക്ക് എപ്പോഴും സീബ്രകളുണ്ടാവും. ഒരു 10-1 എന്ന കണക്കിലുണ്ടാവും. 10 വിൽഡ് ബീസ്റ്റിന് ഒരെണ്ണം. പിന്നെ ചില ഭാഗത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലാണ് ജിറാഫുകൾ മേഞ്ഞ് നടക്കുന്നത്. ഇവരുണ്ടെങ്കിൽ ഒരു ഭാഗം ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ഭാഗം ഉണ്ടെങ്കിൽ അവിടെ ഒരു സിംഹമോ ചീറ്റയോ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. സിംഹത്തിൻ്റെ ഒരു കുടുംബം തന്നെ ചിലപ്പോൾ അവിടെ ഉണ്ടാവും. കഴിഞ്ഞ ദിവസത്തെ പോലെ നിബിഡ വനങ്ങളല്ല, പുൽമേടുകളും വിശാലമായ കാഴ്ചയായതുകൊണ്ട് അങ്ങ് അകലെ വരെയുള്ള മൃഗങ്ങളെ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ കുറേ ഓടി ഒരു ഭാഗത്തെത്തുമ്പോഴത്തേക്കും കുറേ വാഹനങ്ങൾ കാത്തു നിൽക്കുന്നിടത്ത് ചെല്ലുമ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഹിപ്പോകളുടെ ഒരു പൂളാണ്, ഹിപ്പോ പൂൾ എന്ന് പറയാം. അതിൻ്റെ അകത്ത് ഹിപ്പോകൾ കിടന്ന് തകർത്ത് തിമിർക്കുകയാണ്. നല്ല ഗംഭീര ചെളിവെള്ളം. അതിനകത്ത് ഇവന്മാർ കിടക്കുന്നു, ഇടയ്ക്ക് വാവ് വിളിക്കുന്നു, വായു എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വന്ന് അവൻ്റെ ആ വലിയ വാ തുറന്ന് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നു, അടയ്ക്കുന്നു, മുങ്ങാങ്കുഴി ഇടുന്നു. ഇടയ്ക്ക് വലിയ തള്ള ഹിപ്പോകൾ കുഞ്ഞുങ്ങളുമായിട്ട് പോകുന്നു. ഭയങ്കര രസമാണ്. തള്ള ഹിപ്പോയും കുഞ്ഞുങ്ങളും കൂടെ ഉള്ള ഈ സഞ്ചാരം ഒരു കുളത്തിൽ നിന്ന് അടുത്ത കുളത്തിലേക്ക് ഒക്കെ പോകുന്നു. ചില ഭാഗത്ത് കരയുണ്ട്. ഈ കുളം ചതുപ്പിൻ്റെ പല ഭാഗങ്ങളും ഡ്രൈ ആയിട്ടുള്ള ഭാഗങ്ങളുമുണ്ട്. അതിലൂടെയൊക്കെ നിങ്ങൾ കയറി പോകുന്നു. അതായത് മൃഗങ്ങളെ കണ്ട് നമ്മൾ മടുക്കും. ഇവരുടെ 10 അടി അകലത്തിലാണ് നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യുന്നത്. വണ്ടിയുടെ മേൽക്കൂരെല്ലാം പൊക്കി വെച്ചിട്ട് ഇപ്പോഴും അതിനകത്തുകൂടെയാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. പുറത്തിറങ്ങാൻ അനുവാദമില്ല. വണ്ടികളിങ്ങനെ കൂടിക്കിടക്കുന്നിടത്ത് നോക്കുമ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ആശാൻ കിടന്ന് ഉറങ്ങുക.
നമ്മുടെ നാട്ടിൽ ചില പൂച്ചയും പട്ടിയൊക്കെ ചില നേരത്തെ ഇങ്ങനെ എല്ലാം മറന്ന് കിടന്നുറങ്ങിയില്ലേ എന്ന് പറഞ്ഞാൽ ഒരു സിംഹത്താന അവനിങ്ങനെ മലന്ന് കിടന്നുറങ്ങുക. ഈ വണ്ടികളെല്ലാം വട്ടത്തിൽ കിടക്കുന്ന ഒന്നും ഒരു കൂസലുമില്ലാതെ പൂർണ്ണ നഗ്നനായിട്ട് ആശാൻ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നു. അതൊക്കെ ആളുകൾ വണ്ടിക്കകത്തിരുന്ന് വട്ടത്തിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു. ഈ നഗ്നൻ്റെ അടുത്തേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവൻ്റെ കാമുകി പയ്യ വരുന്നു. അവൾക്ക് ഞങ്ങൾ ഇവൻ്റെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നതും ഇവരുടെ ഒരു പ്രണയത്തിൻ്റെ അവസരമൊക്കെ ഞങ്ങളിങ്ങനെ ഉണിഞ്ഞു നോക്കിക്കൊണ്ട് ക്യാമറയായിട്ട് നിൽക്കുന്നതും അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവൾ അതിൻ്റെ അസ്വസ്ഥതയൊക്കെ ഒന്ന് കാണിച്ചിട്ട് ഇവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. കുറച്ച് കഴിഞ്ഞപ്പം മനസ്സിലായി വേറൊരു കാമുകിയും കൂടെ വരുന്നുണ്ടെന്ന്. ഇങ്ങനെ സിംഹക്കുടുംബങ്ങൾ, സിംഹക്കൂട്ടങ്ങൾ, അവരുടെ തമാശകൾ, അവരുടെ കുസൃതികൾ, ഈ കാഴ്ചകളെല്ലാം കണ്ടുപോകുമ്പോൾ വേറൊരു ഭാഗത്തെത്തുമ്പോഴത്തേക്കും ഒരു പ്രത്യേകതരം പക്ഷിയുണ്ട്, വളരെ കളർഫുൾ. ഉഗാണ്ടയുടെ നാഷണൽ ബേർഡാണത്. അവരുടെ പതാകയിലൊക്കെ ഉണ്ട്. ഗ്രേറ്റ് ആഫ്രിക്കൻ ക്രൗണ്ട് ക്രെയിൻ എന്ന് പറയുന്ന ഒരു പക്ഷിയാണ്. അതിൻ്റെ തലയിലൊരു കിരീടമൊക്കെ ഉണ്ട്. താഴേക്ക് ഒരു എന്തോ ഒരു പൂ പോലെ തോന്നിയൊരു സാധനം കിടക്കുന്നുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണത്, ഭയങ്കര കളർഫുള്ളാണ്. അവൻ്റെ തലയിലെ കിരീടമൊക്കെ കണ്ടാണ്ടല്ലോ ഒരു മണവാട്ടി ഒരുക്കി അങ്ങനെ നിർത്തിയ പോലെ ഇരിക്കും. അവർ പലയിടത്തും വെച്ച് ഇത് കാണാം. അവിടെ ഈ തീരങ്ങളിലൊക്കെ ഈ ചതുപ്പിൻ്റെ വാക്കുകളിലൊക്കെ ഇങ്ങനെ താളത്തിൽ ഇങ്ങനെ നടന്ന് പോകുന്ന കാണാം. രസമാണ്. വേറൊരു ഭാഗത്ത് ചെല്ലുമ്പം ഒട്ടകപ്പക്ഷിയാണ്. ഈ ഒട്ടകപ്പക്ഷിയെ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ടെങ്കിലും ഐശ്വര്യമുള്ള ഒട്ടകപ്പക്ഷിയാണ്. ശരീരം മുഴുവൻ നല്ല തൂവലുള്ള മിടുമിടുക്കികളായ ഒട്ടകപ്പക്ഷികൾ. അതിലെ കറുത്ത രോമമുള്ളതാണ് അല്ലെങ്കിൽ തൂവലുള്ളതാണ് ആണുങ്ങൾ. പെണ്ണുങ്ങൾക്ക് ഒരു ബ്രൗൺ തൂവലാണ്. ഇത് കുഞ്ഞുങ്ങളുമായിട്ടാണ് നടക്കുന്നത്. കുഞ്ഞുങ്ങളെയൊക്കെ സംരക്ഷിക്കുന്ന ഈ തള്ളയാണ്. അപ്പം ഈ തള്ളപ്പക്ഷി ഒരിടത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ആൺപക്ഷി വരുന്നു. ഇവരെയൊക്കെ ഷൂട്ട് ചെയ്യുന്നു. വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. അപ്പോൾ എന്നോട് റമി പറഞ്ഞു നമ്മളിനി ഗോയി തോക്കി തോക്കിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഇതെന്താ, എനിക്ക് മനസ്സിലായില്ല. ഗോയി തോക്കി തോക്ക്. ഗോയി തോക്കി തോക്ക് ഒരു തടാകമാണ്. ഈ ഗോയി തോക്കി തോക്കിൻ്റെ തീരത്ത് അവിടെ ഒരു ക്യാമ്പിംഗ്, ഒരു പിക്നിക് ഏരിയ ഉണ്ട്. അവിടെയാണ് ഇന്നത്തെ ഉച്ചഭക്ഷണം. അപ്പം റമി ഇതിനകത്ത് പെട്ടിയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് വണ്ടിയുടെ പുറകിലത്തെ സീറ്റിൽ നമുക്കുള്ള ലഞ്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ലഞ്ച്, ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ലഞ്ചിൻ്റെ സമയമായി. ഞങ്ങൾ ഗോയി തോക്കി തോക്ക് എന്ന് പറയുന്ന തടാകത്തിൻ്റെ തീരത്തേക്ക് ചെല്ലുന്നു. അവിടെ അപ്പോഴത്തേക്കും കുറേ വണ്ടികൾ എത്തിക്കഴിഞ്ഞു. തടാകത്തിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു മുനമ്പാണ് ഈ പ്രദേശം. അവിടെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നടന്ന് ഈ മുനമ്പിലേക്ക് വന്നു. ആ മുനമ്പിലൊരു വമ്പൻ മരം നിപ്പുണ്ട്. ഈ മരത്തിൻ്റെ ശിഖരങ്ങളിൽ മുഴുവൻ പക്ഷിക്കൂടുകളാണ്. അതിൻ്റെ തുഞ്ചത്താണ് ഈ കൂടുകൾ, 100 കണക്കിന് കൂടുകൾ. അതിൻ്റെ ചുവട്ടിൽ ഈ തണലത്ത് ഈ മരത്തിൻ്റെ വേരുകളിലിരുന്നാണ് ഞാനും റമിയും കൂടെ ഭക്ഷണം കഴിക്കുന്നത്. ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തൊട്ടപ്പുറേ നിരവധി ആളുകൾ ഇതുപോലെ അവരവരുടെ ലഞ്ച് ബോക്സുമായിട്ട് വന്ന് തുറന്ന് സാൻഡ്വിച്ചോ ബർഗറോ ഒക്കെ കഴിച്ച് അവർ കൊണ്ടുവന്ന വെള്ളമോ കൊക്കക്കോളയോ കുടിച്ച് ഇതെല്ലാം തിരിച്ച് അതേ കൂട്ടിനകത്താക്കി വണ്ടിക്കകത്ത് കൊണ്ടുപോയി വെക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഈ കാണുന്ന ഗോയി തോക്കി തോക്ക് എന്ന് പറഞ്ഞാൽ ഈ തടാകത്തിനകത്തും ഹിപ്പോകളും ജലജീവികളും എല്ലാം ഉണ്ട് യഥേഷ്ടം. അതിൻ്റെ തീരങ്ങളിൽ പക്ഷികളൊക്കെ. ഇതൊക്കെ കണ്ട് രസകരമായ ഒരു ലഞ്ചൊക്കെ കഴിച്ച് അവരെ എമ്പൊക്കൊക്കെ വിട്ട് ഞങ്ങൾ വീണ്ടും വണ്ടിക്കകത്ത് നിന്ന് കയറി ഈ പറഞ്ഞ കുറേ നേരം കൂടെ ഞങ്ങൾ ഈ ഗൊരങ്കൊരയുടെ ഈ ക്രേറ്ററിനകത്തൂടെ വണ്ടി ഓടിച്ചു നടന്നു. ചില ഭാഗങ്ങൾ ചതുപ്പുകളാണ്, ചില ഭാഗത്ത് നല്ല തഴച്ചു വളരുന്ന ഉയരമുള്ള പുല്ല് വളർന്നു നിൽക്കുന്ന പ്രദേശങ്ങളാണ്. അതിനകത്തൊക്കെ ഈ പറഞ്ഞ വന്യജീവികളുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ എല്ലാം വണ്ടി ഓടി ഞങ്ങൾ തിരിച്ച് കയറ്റാൻ തുടങ്ങി. നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വന്ന വഴിയിലൂടെയല്ല, വേറൊരു വഴിയിലൂടെ. കാരണം അതെല്ലാം വീതി കുറഞ്ഞ പാതയാണ്. 2 വണ്ടികൾ എതിരെ വന്നാൽ കടന്നു പോകാൻ പറ്റില്ല. മൺപാതകളുമാണ്. അങ്ങനെ കയറി ഞങ്ങൾ ക്രേറ്ററിൻ്റെ മുകളിലെത്തി. പിന്നെ താഴേക്ക് ഇറങ്ങി താഴ്വാരത്തെത്തി. ഇനി നമ്മൾ അരൂഷ പട്ടണത്തിലേക്കാണ് പോകുന്നത്. ഇനി മടക്കയാത്രയാണ്. അരൂഷയിലെത്തണം. ഇനി 4 മണിക്കൂർ യാത്ര ചെയ്തെങ്കിലേ അരൂഷയിലെത്തുള്ളൂ. ഇനി ദീർഘമായ യാത്രയാണ്. ഞങ്ങൾ അരൂഷ ലക്ഷ്യമാക്കി മടക്കയാത്ര തുടങ്ങി. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ.